ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വലിയ ആവേശത്തോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. വലിയ പ്രതീക്ഷയോടെയാണ് NDA തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രത്തോളം സജീവമാണ്. ഒപ്പം കുട്ടിക്കലാശം എവിടെയാണ് മൂന്ന് മുന്നണികൾക്കും നിശ്ചയിച്ചിട്ടുള്ളത്, അതിൻ്റെ വിവരങ്ങൾ കൂടി. KP സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ കൂടി മണ്ഡലത്തിലേക്ക് എത്തിയതോടെ വളരെ ആവേശമാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ വി മുരളീധരൻ്റെ ഇടപെടലുകൾ നേരത്തെ തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ആറ്റിങ്ങലിലെ സമ്മതിദായകർക്ക് അദ്ദേഹം അന്യനല്ല. പല ഇടപെടലുകളും മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ പല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിലെ നിവാസികൾക്ക് മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ചു അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ നിവാസികൾക്കാർക്കും ആറ്റിങ്ങൽ നിവാസികൾക്ക് അദ്ദേഹം അന്യനല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കൂടി എത്തിയതോടെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് ഈ ആറ്റിങ്ങലിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയും ഈ മേഖലയിൽ വലിയ ഒരു വോട്ടിൻ്റെ ശതമാനത്തിലടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനും ശോഭാ സുരേന്ദ്രനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരനിലേക്ക് എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ വലിയ ഒരു ജനപിന്തുണ കൂടി ലഭിക്കുന്നതോടുകൂടി വിജയം സുനിശ്ചിതമാണെന്ന നിലയിലേക്കാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ കടക്കുന്നത്. അതായത് മണ്ഡലത്തിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിലുടനീളം വികസന മുരടിപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടോ. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് വിജയിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി MP ആയി ഇവിടെ നിന്ന് വിജയിച്ച് വരുമ്പോഴൊന്നും ഈ മണ്ഡലത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ പരാതിയായി ഉന്നയിക്കുന്നത്. കാരണം ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൻ്റെ ഒരു വികസനം ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ആ മേഖലകളിലെല്ലാം ചെന്നെത്തുവാനോ വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. പല മേഖലകളിൽ പോലും റോഡ് വികസനം പോലും നടക്കാത്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ മലയോര മേഖലകളും അതുപോലെ തന്നെ തീരദേശ മേഖലകളടക്കം നീണ്ടുകിടക്കുന്ന ഒരു വലിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതായത് അറബിക്കടലിൽ തൊട്ട് സഹ്യപർവ്വതം വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ. എന്നാൽ ആ മണ്ഡലത്തിൻ്റെ സവിശേഷമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് അടക്കം എത്തിച്ചേർന്നുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്തുണ നേടിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വികസനത്തിലേക്ക് അല്ലെങ്കിൽ ആ വികസനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ മുന്നണിയിലെ രണ്ട് പാർലമെന്ററിയന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഉറച്ചൊരു വിശ്വാസം വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ തന്നെ ജനങ്ങൾക്കുമുണ്ട്. നമുക്കറിയാം പല ഇടപെടലുകൾ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഈ മണ്ഡലത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഈ മലയോര മേഖലകളിലടക്കം ആദിവാസി മേഖലകളിലടക്കം അദ്ദേഹം ചെന്നെത്തുകയും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ജനങ്ങൾ സമീപിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി തവണ ഈ മണ്ഡലത്തിലുടനീളം അദ്ദേഹം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് വളരെയേറെയുണ്ട്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനെ നാൾക്കുനാൾ ജനപിന്തുണ വർദ്ധിച്ച പ്രത്യേകിച്ച് മോദി ഗ്യാരണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് മുന്നണികളെ ബഹുദൂരം മുന്നിലാക്കി തന്നെയാണ് വി മുരളീധരൻ്റെ ജൈത്രയാത്ര തുടരുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.